ഗൈസ്, ഞങ്ങൾ അങ്ങനെ ഒരു ട്രിപ്പിലാണ്, വാഗമണ്ണിലേക്ക് ഒരു ട്രിപ്പിലാണ്. വാഗമണ്ണ് ഇടുക്കി ജില്ലയിൽ ഒരു നല്ല ടൂറിസ്റ്റ് പ്ലേസ് ആണ്. വാഗമണ്ണ് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ്. സൂപ്പർ പ്ലേസ് ആണ്. നമുക്ക് അവിടെ നിന്ന് പോയി കണ്ടു നോക്കാം. നല്ല മനോഹരമായിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങൾ അവിടെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ രാവിലെ വാഗമണ്ണ് പോകാൻ വേണ്ടിയുള്ള ഈരാറ്റുപേട്ട, അതായത് കോട്ടയം പൊൻകുന്നം ഈരാറ്റുപേട്ട, കോട്ടയം പൊൻകുന്നം ഈരാറ്റുപേട്ടയിലൂടെയാണ് ഞങ്ങൾ നേരെ, അല്ല കോട്ടയം പാല ഈരാറ്റുപേട്ട വഴിയും വരാം. ഈരാറ്റുപേട്ട വഴി വന്ന് ഷോട്ട് കയറിയാണ് ഞങ്ങൾ വാഗമണ്ണിലേക്ക് പോയത്. അവിടുന്ന് ഇടയ്ക്ക് വെച്ച് ഞങ്ങളൊരു വാട്ടർഫാൾ കാണാൻ വേണ്ടി പോയി. പക്ഷേ കുറേ ദൂരം പോയിട്ട് അത് കാണാൻ പറ്റിയില്ല. പിന്നെ ഞങ്ങൾ തിരിച്ചു പോന്നു. ഭയങ്കര ചെറിയ നാരോ റൂട്ടാണ്. നാരോ റൂട്ടായതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു പോന്നു. നേരെ ഇനി വാഗമൺ റൂട്ടിലേക്ക് കയറി വളരെ മനോഹരമായിട്ടുള്ള വെസ്റ്റേൺ ഘട്ട്സിൻ്റെ നല്ല മലനിരകൾ, നമ്മുടെ ഹൈ റേഞ്ചിൻ്റെ നല്ല മലനിരകൾ, വെസ്റ്റേൺ ഘട്ടിൻ്റെ നല്ല മലനിരകൾ. പക്ഷെ ഇവിടെ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എല്ലാം വേസ്റ്റ് ഇട്ടിട്ടുണ്ട്. പ്ലാസ്റ്റിക് വേസ്റ്റുകളും ഫുഡ് വേസ്റ്റുകളും ഒക്കെ ഇവിടെയൊക്കെ സൈഡിൽ ഇട്ടിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ മാറ്റി നല്ല ക്ലീനായിട്ടുള്ള ഒരു സ്ഥലമാക്കി മാറ്റുവാണെങ്കിൽ അടിപൊളിയാണ്. കണ്ടില്ലേ എന്നാ മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളാണ്. ഇവിടെ ഒരുപാട് അഡ്വഞ്ചർ സംവിധാനങ്ങളൊക്കെ ഫ്യൂച്ചറിൽ ചൈനയിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. ഒരുപാട് അഡ്വഞ്ചർ സംവിധാനങ്ങൾ, ഇതുപോലുള്ള മല ഏരിയകൾ അല്ലെങ്കിൽ ഹൈ റേഞ്ച് മേഖലകൾ, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്യാം. നമ്മൾ അങ്ങ് ദൂരെ കാണുന്ന ആ റോഡ് വഴി കയറി വേണം പോകാൻ. അത് ഇവിടെ തന്നെ ഒരു 2-3-4 കിലോമീറ്റർ പോയാലേ അവിടെ നമ്മൾ ചെല്ലത്തുള്ളൂ. അതുവഴിയാ വാഗമണ്ണിൽ പോകണം. അതുവഴി ഇപ്പം നമ്മൾ ചെല്ലും. ആലുമോനെ തുമ്മുന്നുണ്ട്. കഴിഞ്ഞ യാത്ര ഒക്കെ കഴിഞ്ഞ് നെക്സ്റ്റ് വീക്കാണ് നമ്മൾ യാത്ര. ഓപ്പോസിറ്റ് കാണുന്ന മല കണ്ടോ? എത്രമാത്രം പൊക്കത്തിലാണ് ആ മലനിരകൾ ഉള്ളത്. ഈ റൂട്ടൊക്കെ കണ്ടുപിടിച്ച ആളുകളെ സംബന്ധിക്കണം. ബ്രിട്ടീഷുകാരുടെ കാലത്ത് കണ്ടുപിടിച്ച റൂട്ടുകളാണ് ഇതൊക്കെ. ഏലം കൊണ്ടുവരാൻ വേണ്ടി ഹൈ റേഞ്ചിൽ നിന്ന് ഏലവും കുരുമുളകും അതുപോലെ തന്നെ തേയിലയൊക്കെ താഴെ കോട്ടയത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള വഴികളായിരുന്നു ഇതൊക്കെ. ജോർദാനി പോയ പോലെ ഉണ്ടായിരിക്കട്ടെ ഇത്. ഈ സ്ഥലം കാണുമ്പോൾ ഞങ്ങൾ പണ്ട് ജോർദാനി പോയ പോലെ തോന്നുന്നു. അടിപൊളി പൂക്കളുള്ള മരങ്ങളൊക്കെ നിൽക്കുന്നുണ്ടോ? നമ്മൾ കയറി ചെല്ലാറായി. വാഗമണിൻ്റെ ഏറ്റവും ടോപ്പിലേക്ക് പോകാറായി. നമ്മൾ നേരത്തെ കണ്ട ആ സ്ഥലം ആകാറായി വരുന്നുണ്ട്. കണ്ടില്ലേ? അങ്ങ് ഒരു 4-5 കിലോമീറ്റർ താഴേന്ന് നമ്മൾ കണ്ട ആ സ്ഥലത്തേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. ഹലോ മച്ചാന്മാരെ, നമ്മള് മറ്റേ കണ്ട മലയുടെ അവിടെ എത്തിയിരിക്കുകയാണ് മച്ചാന്മാരെ. നമ്മൾ ഇനിയും പോകുന്നത് മറ്റേ കണ്ട മലയുടെ ഈ ഭാഗത്തേക്കാണ് മച്ചാന്മാരെ. ഇവിടെ നമ്മളെ നിർത്തി മച്ചാന്മാരെ. നിർത്താം മച്ചാന്മാരെ, നമ്മൾ നിർത്താം. ഇത് ഭയങ്കര കുഴിയാണ് ഗേസ്, ഭയങ്കര കുഴിയാണ്. വേസ്റ്റുകൾ കണ്ടമാനം കിടപ്പുണ്ട്. ലേസിൻ്റെ പാക്കറ്റ്സും അത് ഇതൊക്കെ മേടിച്ചിട്ട് ആളുകൾ ഇടുന്നുണ്ട്. അങ്ങനെ ഇടരുത്. ടൂറിസ്റ്റ് അവയർനെസ് അത്യാവശ്യമാണ്. ആ വഴി അങ്ങ് താഴെ നിന്നാണ് നമ്മൾ കയറി വന്നത്. ഉണ്ടോ? അത് ഈരാറ്റുപേട്ടയിൽ നിന്ന് കയറി വരുന്ന വഴിയാണ്. എങ്ങനെയുണ്ട്? ആർക്കട്ടാ പൊളിയാണോ? അതിൻ്റെ ഷൂ കണ്ടില്ല. വീണ്ടും നമ്മളവിടെ യാത്ര തുടർന്നു. നമുക്ക് പൈൻ ഫോറസ്റ്റിൽ നിന്ന് കയറണം, പിന്നെ അഡ്വഞ്ചർ പാർക്കിൽ ഒന്ന് പോകണം. പിന്നീടുള്ളത്
വാഗമണ്ണിലെ മൊട്ടക്കുന്ന്, ഈ 3 സ്ഥലം ഒന്ന് കയറാൻ വേണ്ടിയാണ് നമ്മൾ വാഗമൺ ഈ പ്രാവശ്യം ചെയ്യുന്നത്. അഡ്വഞ്ചർ പാർക്കിൽ എല്ലാ ആക്ടിവിറ്റീസും ചെയ്യാൻ സമയം കിട്ടുമെന്ന് അറിയില്ല. കാരണം അവിടെ ഒരു പ്രത്യേക സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരത് ടിക്കറ്റ് ക്ലോസ് ചെയ്യും. അങ്ങനൊരു പ്രോബ്ലം അഡ്വഞ്ചർ പാർക്കിനുണ്ട്. അഡ്വഞ്ചർ പാർക്കിൻ്റെ ഗ്ലാസ് ഹൗസിലൊക്കെ കയറാൻ പറ്റുന്നെങ്കിൽ നമ്മൾ നേരത്തെ അപ്പോൾ വീട്ടിൽ നിന്ന് ഫുഡ് കൊണ്ടുവന്നായിരുന്നു, ചെറിയ ഫുഡ്. കാരണം വെളിയിൽ നിന്നുള്ള ഫുഡ് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് പ്ലാസ്റ്റിക് ഫുഡ് കൊണ്ടുവരില്ല. എന്നിട്ട് അതൊന്നും അവിടെ ഇട്ടിട്ട് പോകരുത്. ഞങ്ങൾ നമ്മള് മൊട്ടക്കുന്നിലേക്ക് എത്തിയിരിക്കുകയാണ്. മൊട്ടക്കുന്നിലേക്ക് ഞങ്ങൾ പൈൻ ഫോറസ്റ്റിൽ ഇതിനിടയ്ക്ക് പോയിരുന്നു, പക്ഷെ അതിൻ്റെ വീഡിയോ എടുക്കാനൊക്കെ ആൽക്കുട്ടന് ഐസ്ക്രീം പൈൻ ഫോറസ്റ്റ് നമ്മൾ ഫോട്ടോ എടുത്തിട്ടുണ്ട്. മക്കി മക്കി പൈൻ ഫോറസ്റ്റിലെ ഒരു ഫോട്ടോ ഇതാണ്. ഇത് മൊട്ടക്കുന്നിലാണ്. ആക്ഷൻ ക്യാമറ കൊണ്ടുപോയി, പക്ഷേ അതൊക്കെ ആസ്വദിച്ചിരുന്നപ്പോൾ അതിൻ്റെ ഒന്ന് വീഡിയോ എടുക്കാൻ പറ്റും. ഇപ്പം പോകുമ്പോൾ എടുക്കും. മൊട്ടക്കുന്നിൽ ഇപ്പം ഉള്ള ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സൈക്ലിംഗ് ഉണ്ട്, റോപ്പ് സൈക്ലിംഗ് ഉണ്ട്, റോപ്പ് സ്ലൈഡ് ചെയ്ത് പോകുന്ന സംഭവമുണ്ട്, അതുപോലെ തന്നെ ബോട്ടിംഗ് ഉണ്ട്. ഈ 3-4 ആക്ടിവിറ്റീസാണ് നമുക്ക് ശരിക്കും മൊട്ടക്കുന്നിലുള്ളത്. പൈൻ ഫോറസ്റ്റിൽ ഓഫ് റോഡ് ഡ്രൈവിംഗ് ഇപ്പോൾ ഉണ്ടോ എന്ന് എനിക്കറിയില്ല, ഇല്ലെന്നാണ് തോന്നുന്നത്. നമുക്കൊരു ഓഫ് റോഡ് വണ്ടി എടുക്കണം. വണ്ടി എടുത്തിട്ട് വേണം കുറേ ഓഫ് റോഡ് ട്രാവലിങ്ങുകൾ ചെയ്യാം. ഞങ്ങൾ ആ മൊട്ടക്കുന്നുകളിലെല്ലാം കയറിയിട്ടുണ്ട്. അവിടെ നേരത്തെ ഇതിലും നന്നായിട്ട് പുല്ലുണ്ടായിരുന്നു. ഇപ്പം എനിക്കൊന്ന് ടൂറിസ്റ്റുകളുടെ എണ്ണം കൂടിക്കൊണ്ട് പുല്ല് കുറഞ്ഞു വന്നു. ആളുകൾ ഒരുപാട് ചവിട്ടി പുല്ല് കുറഞ്ഞു വന്നു. ടൂറിസ്റ്റുകളുടെ എണ്ണം കൂടുന്നതനുസരിച്ച് പുല്ലുകൾ ഡാമേജ് ആകുന്നുണ്ട്. വീണ്ടും ആർട്ടിഫിഷ്യലായിട്ട് വെച്ച് പിടിപ്പിക്കണമെന്ന് തോന്നുന്നു. അവന് നല്ല ചൂടുണ്ട്. അവൻ്റെ തൊപ്പിയാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. അവൻ തൊപ്പി വെക്കത്തില്ലാതെ എടുത്ത് കളഞ്ഞു. പക്ഷെ എൻ്റെ നിഴലിൻ്റെ അടിയിൽ കൂടെ വന്നുകൊണ്ടിരിക്കുക. ചൂടടിക്കാതിരിക്കാൻ അവൻ തണല് നോക്കി. ഇതാണ് ഞാൻ പറഞ്ഞ റോപ്പ് സ്ലൈഡിങ്. ഇത് തമിഴ്നാട്ടിൽ നിന്നൊക്കെ ഒരുപാട് ആളുകൾ ഇതുള്ള കുഴപ്പമില്ല, സേഫാണ്. നിന്നെ ഹെൽപ്പ് ചെയ്യാം, നീ കയറി, നമുക്ക് 2 പേർക്കും കയറാം. ഞാൻ തന്നെ കയറാൻ വേണ്ടി ഒന്ന് ദൂരെ പോകണം. ഒന്ന് അപ്പുറം പോയിട്ട് വേണം തിരിച്ചു കയറും. ആ ലേക്കിന് ക്രോസ് അങ്ങ് പോകണം. പോന്നോ? അതാണ് താഴെ കാണുന്ന ആ തടാകത്തിലാണ് ബോട്ടിംഗ്. ചെറിയ കുഞ്ഞു പോന്നോ? കേളാതെ അടുത്ത ആളിത് വരുന്നുണ്ട്. അപ്പം തന്നെ സമയം ഒരുപാടായി. അഡ്വഞ്ചർ പാർക്കിൽ ചെല്ലുമ്പോഴുള്ള അവസ്ഥ എന്താണെന്ന് നമുക്കറിയില്ല. കുഞ്ഞിങ്ങി വാ, നമുക്ക് 2 കയറാം. ബാ, ഫുൾ വ്യൂ ഇങ്ങനെയാണ്. അങ്ങനെ ഞങ്ങൾ അഡ്വഞ്ചർ പാർക്കിൽ വന്നു. നല്ല വൈബാണ്. പക്ഷേ ഞങ്ങൾ താമസിച്ചു. ഗ്ലാസ് ബ്രിഡ്ജിലൊന്നും കയറാൻ അവർ സമ്മതിച്ചില്ല. കാരണം ഒരുപാട് താമസിച്ചാണ് വന്നത്. ഇനിയിപ്പോൾ ഈ ലൈറ്റ് ഷോ എല്ലാം കണ്ടിട്ട് പോകാമെന്ന് വെച്ചു. ലൈറ്റ് ഷോ എല്ലാം കണ്ടിട്ട് ഇന്ന് തന്നെ തിരിച്ച് മലയിറങ്ങണം. അല്ല പിന്നെ അവിടെ സ്റ്റേ ചെയ്യാം. അവിടെ ഒരുപാട് അപ്പാർട്ട്മെൻറ്റുകളും
റിസോർട്ടുകളൊക്കെ അവൈലബിൾ ആണ്. നമുക്ക് സ്റ്റേ ചെയ്യുവാണെങ്കിൽ 1-2 ദിവസം നിന്ന് എൻജോയ് ചെയ്ത് അതൊക്കെ ട്രിപ്പ് കഴിയാം. പക്ഷെ നമ്മൾ അങ്ങനെ പ്ലാൻ ചെയ്തല്ലേ പോയത്. നമ്മൾ 1 ഡേയിൽ ട്രിപ്പ് തീർക്കണം എന്നുള്ളൊരു പ്ലാനിങ് ആയിരുന്നു ഉണ്ടായത്. നൈറ്റിൽ നല്ല ലൈറ്റ് ഷോ ഒക്കെ ഇവിടെ ഉണ്ട്. നൈറ്റിലാണ് ഇവിടെ പോകേണ്ടത്. ശരിക്കും ഏറ്റവും ലാസ്റ്റാണ് ഇവിടെ വരുന്നത്. ഹായ് ഫ്രണ്ട്സ്, മറ്റൊരു ട്രാവലിംഗ് വീഡിയോയുമായിട്ട് വീണ്ടും ഞങ്ങൾ വരാം. ഗുഡ് ബൈ.